ഫുഡിൻഷി. ഞാൻ കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് എടുത്ത് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ 2 കപ്പ് ഉണ്ടോ ഇഡ്ഡലി റൈസാണ്. ഇതൊരു കപ്പ് ഇട്ടിട്ടുണ്ട്, 1 കപ്പും കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെ 2 കപ്പ്. അതിൽ വെള്ളം ഒഴിച്ച് വെക്കണം. പിന്നെ 2 കപ്പിന് 1 കപ്പ് ഉഴുന്ന് പരിപ്പ്, 1 കപ്പാണ്. പിന്നെ 1/2 കപ്പ് ചവ്വരി, 3/4 കപ്പ് ചവ്വരിയുണ്ട്. നമുക്കിതെല്ലാം വേണം ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് അവിടെ കുതിർത്താൻ വെക്കാം. ഇതേപോലെ വെള്ളം ഒഴിച്ചിട്ടാൽ മതി. ഇതെല്ലാം കൂടി കുതിരട്ടെ. ഇതെൻ്റെ ഉഴുന്ന് വേറെ ഇട്ടിട്ടുണ്ട്, പച്ചരി വേറെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇതാ ചവ്വരി വേറെ ഇട്ടിട്ടുണ്ട്. ഇത് ഇഡ്ഡലി റൈസാണ്. പച്ചരി കൊണ്ട് ഉണ്ടാക്കിയാലും മതി കേട്ടോ. ഇവിടെ നിന്ന് കുതിരട്ടെ. നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചാൽ ഉഴുന്നെല്ലാം അരച്ചെടുക്കാം. ആദ്യം ഉഴുന്ന് അരച്ചെടുക്കാം. ഇതുണ്ടോ, ഈ ഉഴുന്ന് ഞാൻ വാഷ് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ്. നമുക്കിത് ഇതിലേക്ക് ആ വെള്ളം തന്നെയാണ്, വാഷ് ചെയ്തിട്ടുള്ള വെള്ളം തന്നെയാണ്. അപ്പോൾ പിന്നെ നല്ല പോലെ ഇരുന്നാൽ അതാണ് ഉഴുന്ന് നല്ലോണം അരിഞ്ഞിട്ടുണ്ട്. നമുക്കിനി വെള്ളത്തിൽ വെച്ച് അരി ഒക്കെ വാഷ് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ച് തന്നെ ഇനി ചവ്വരി ഉണ്ടോ അത് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് അവിയിൽ 2 ടേബിൾ സ്പൂൺ അവിയിൽ, വൈറ്റ് അവിയിലില്ല, ഇത് കൂടെ കൊടുക്കുന്നില്ല. ഈ അരി വെള്ളത്തിലിടുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണിലും പകുതി ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിലിടുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കണേ, മറക്കാണ്ട്. ഞാൻ തന്നെ മറന്നു വരുന്നു. ഇതാണ് ഉലുവ എന്ന് പറയുന്നത്. 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂണിൻ്റെ പകുതി, 1/4 ടീസ്പൂണില്ല, അതിൽ പകുതി. ഏതെങ്കിലും വെള്ളം നന്നായി അരിഞ്ഞ് വരട്ടെ. അപ്പോൾ അത് അരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഇത്ര അരിഞ്ഞിട്ടുണ്ടോ, ഉഴുന്ന് നന്നായി അരിയണം. ഇതിങ്ങനെ അരിഞ്ഞ് നമുക്കിത് ഒരു കാര്യത്തിലേക്ക് മാറ്റിയെടുക്കാം. വെച്ചതില്ലേ നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്ന് നന്നായി ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അവിടെ മൂടി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം നല്ലോണം ചേർന്ന് കിട്ടും. കുറച്ച് സമയം നന്നായി ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. ഞാനിത് കൈ കൊണ്ട് തന്നെ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് മൂടി വെക്കാം. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ രാത്രിയാണ്, വൈകിട്ടാണ് ഞാൻ അടിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ കൂട്ട് കണ്ടോ, ഇതെല്ലാം തയ്യാറായി വന്നിട്ടുണ്ട്. നല്ല പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാനുണ്ട്. നമുക്ക് ഇതൊന്ന് ഇളക്കിയെടുത്തിട്ട് നമ്മൾ ഇഡ്ഡലി പാത്രത്തിലേക്ക് കണ്ട് ഒഴിച്ച് കൊടുത്താൽ മതി. നല്ല പൊന്തി വന്നിട്ടുണ്ട്. നല്ല തണുപ്പ് നാട്ടിൽ ഇതിങ്ങനെ പൊന്തി വരില്ല. അപ്പോൾ നമ്മൾ ഓവനിലേക്ക് എടുത്ത് വെച്ച് കൊടുത്താൽ മതി. ഓവൻ ഓണാക്കാണ്ട് വെക്കണേ. അപ്പോൾ എന്താ വെച്ചാൽ ഇരുന്ന് അങ്ങനെ പുളിച്ചോളും. ഓണാക്കരുതേ ഓവൻ. നമുക്കിതിലേക്ക് പാർന്നെടുക്കാം.
ഇതേമാതിരി എല്ലാം അങ്ങ് പാർന്ന് കൊടുത്തിട്ട് അങ്ങ് ചുട്ടെടുക്കാം. അങ്ങനെല്ലാം വെച്ച് ചെമ്പിലേക്ക് അങ്ങ് വെച്ച് കൊടുത്താൽ മതി. കണ്ടോ, നമുക്ക് ഇഡ്ഡലി പോകുമ്പോഴത്തേക്ക് ഒരു ഇഡ്ഡലി പൊടി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണ് ഉഴുന്ന് പരിപ്പ്, കുറച്ച് കറിവേപ്പില, മുളക് അതും വറുത്തെടുക്കണം. പിന്നെ ഇത് ചെറുപയർ പരിപ്പ് 1 ടേബിൾ സ്പൂൺ. അപ്പോൾ തന്നെ ഇത് കടലപ്പരിപ്പ് 1 ടേബിൾ സ്പൂൺ. ഇത് പൊട്ടുകടല അത് 1 ടേബിൾ സ്പൂൺ. ഇതെല്ലാം നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. കുറച്ച് എള്ളെണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുത്ത് കുറച്ച് എള്ളെണ്ണ ഒന്ന് കുടഞ്ഞു കൊടുത്തിട്ട് വറുത്തെടുക്കാം. നമുക്ക് പരിപ്പ് ഇട്ടെടുക്കാം. ഇത് വന്നതിന് ശേഷം അങ്ങനെ ഓരോന്ന് ഇട്ട് വറുത്തെടുത്താൽ മതി. ഇത് വറന്ന് വരട്ടെ. കുറച്ച് എള്ളെണ്ണ കുറച്ചിങ്ങനെ ഒന്ന്, അധികം വേണ്ട കേട്ടോ, കുറച്ച് അത്രേ ആവശ്യമുള്ളൂ. നന്നായി വറുത്തെടുക്കുക. നല്ലൊരു കളർ വരും. അപ്പോൾ തീ ഓഫാക്കി കൊടുത്താൽ മതി. ഇത് വറന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ഓരോന്നിട്ടിട്ട് വറുത്തെടുത്താൽ മതിയേ. ഇനി കടലപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നിട്ടിട്ട് വറുത്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് കണക്കായ വേവും കിട്ടും. എന്നിട്ട് ചൂടാറിയിട്ട് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ പരിപ്പുകളെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി മുളകും കറിവേപ്പിലയും ഒരുമിച്ചിട്ട് അങ്ങ് വറുത്ത് വെക്കാം. ചൂടാറിയതിന് ശേഷം മിക്സിൻ്റെ ചെറിയ ജാറിച്ചിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇത് പൊടിച്ചെടുക്കാം. ആദ്യം മുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതങ്ങ് പൊടിച്ചെടുക്കാം. നമുക്ക് എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം കൂടെ പൊടിച്ചെടുക്കാം. ഉപ്പ് ആവശ്യം പോലെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് നല്ലോണം പൊടിച്ചെടുക്കാം. വറുത്ത് വെച്ച് എല്ലാ പരിപ്പുകളും കൊടുത്താൽ മതി. മാറ്റമൊന്നും ഉണ്ടായില്ല, ഞാൻ ഇട്ട് കൊടുത്താൽ മതി. ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ. കുറച്ച് കായം ഇട്ട് കൊടുക്കുക. ഇത് വറുത്തിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുത്താൽ മതി, ഒരു ടേസ്റ്റിന് മാത്രം. പിന്നെ ഇതിൽ വേണമെങ്കിൽ വൈറ്റ് എള്ളില്ലേ, അത് വേണമെങ്കിൽ കുറച്ച് വറുത്തിട്ട് ചേർക്കാം. ചിലവർക്ക് എള്ള് പിടിക്കില്ല, ഞാനിതിലിട്ടിട്ടില്ല. നമ്മളെ ഇഡ്ഡലിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ഇഡ്ഡലിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലൊക്കെ ഒന്ന് ഇഡ്ഡലി ഉണ്ടാക്കി വയ്ക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിച്ചാട്ടെ. പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇതേപോലെ അങ്ങ് എടുത്താൽ മതി. നല്ലൊരു ഇങ്ങനെ ഇഡ്ഡലി കോരുന്നത് വാങ്ങാൻ കിട്ടും കേട്ടോ. എല്ലാം നമുക്ക് എടുത്ത് മാറ്റാം. ഇതുപോലെ ഉണ്ടാക്കി വെക്കണം നിങ്ങൾ. ഞാനിപ്പോൾ ഉണ്ടാക്കിയ ഇഡ്ഡലി നല്ല ടേസ്റ്റ് ആട്ടോ. ഇതിൽ പലമാതിരി ഇഡ്ഡലി ഉണ്ട് കേട്ടോ. ഞാൻ റവ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ഉണ്ട്. ഇതുപോലെ ഉണ്ടാക്കിയാൽ നല്ല പൊന്തി വന്നിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ ഉണ്ടാക്കി നോക്കിയാൽ. എന്നിട്ട് നിങ്ങളെ അഭിപ്രായം നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. പിന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഇഡ്ഡലിപ്പൊടിയില്ലേ, അത് ഇതിൻ്റെ കൂടെ കൂട്ടാൻ നമുക്ക്. കണ്ടോ, ഇതിൻ്റെ കൂടെ കൂട്ടാം. ഇത് കുറച്ച് എള്ളെണ്ണ ചേർത്ത് കൊടുത്താൽ മതി. ഇഡ്ഡലിപ്പൊടിയിൽ നമുക്ക് കുറച്ച് എള്ളെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്ന് നന്നായി ഇളക്കി ചേർത്താൽ മതി. കണ്ടിന് ഇഡ്ഡലിയില്ലേ നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. കണ്ടോ, നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങളെ അഭിപ്രായം നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. നല്ല സോഫ്റ്റ് കണ്ടോ, ഇതേപോലെ കിട്ടും. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.